2 Peter chapter 1 verse 20, 21. 2 പത്രോസ് 1:20. 20-21. ഓക്കെ. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അത് 2-ാം അധ്യായം. ഓക്കെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്റെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാത്യ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൽ നശിച്ചു പോകും. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരായ ശാപയോഗ്യന്മാർ. അവർ നേർവഴി വിട്ട് തെറ്റി ബിയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാക്കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും ഇനി വായിച്ചാൽ ഇതായിരിക്കും. അത്രയും വായിപ്പിച്ച തന്നെ അതിനെക്കുറിച്ച് ഒന്ന് ഡെപ്ത് ആയിട്ട് അറിയാൻ വേണ്ടി വായിപ്പിച്ച. കാരണം അത്രത്തോളം ഒരു എന്താ പറയാ ദൈവത്തിന്റെ ഹാലേലിയ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹാലേലിയ ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 20-21 വാക്യത്തിൽ പ്രവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹാലേലിയ എന്താണ് ആമേൻ? തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞോളൂ. പ്രവചനം ഒരിക്കലും മനുഷ്യ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചു. അപ്പൊ തിരുവചനത്തിലെ ആമേൻ സകല പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞ അത് സ്വയം ഉളവായതല്ല, ദൈവത്തിന്റെ വചനത്തിൽ. അതുപോലെ പ്രവചനം എന്നാൽ ഹാലേലൂയ മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. ഹാലേലൂയ ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നത് ദൈവകൽപ്പന മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് അപ്പം മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്നതാണ് പ്രവചനം. തിരുവെഴുത്തുള്ള പ്രവചനം എല്ലാം ദൈവ ഇഷ്ടത്താൽ വന്നതാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ ഒരു വ്യക്തിയെ നോക്കി പ്രവചിക്കുമ്പോൾ അത് സ്വയം ഇഷ്ടത്താൽ വരുന്നതല്ല. അവർ ദൈവത്തിന് ആത്മാന നിയോഗം പ്രാപിച്ച് സംസാരിക്കുന്നതിനാണ് പ്രവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ പ്രവചനം ഹല്ലേലൂയ അത്
ആമീൻ. ഹാലേലൂയ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഹാലേലൂയ. ആമീൻ. പക്ഷെ അത് പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ പറയാം, പണ്ട് ഇത് അധ്യായമായിട്ടൊന്നും അല്ല എഴുതിയിരുന്ന വാചനങ്ങൾ. ആമീൻ. വചനം അവർ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് എഴുതി നമ്മുടെ ആമീൻ ഹാലേലൂയ നമ്മുടെ ആമീൻ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ആമീൻ അതിന്റെ സൗകര്യത്തിനായിട്ട് ഇത് പാരഗ്രാഫായിട്ടും ഇത് അധ്യായങ്ങളായിട്ടൊക്കെ വേർതിരിച്ചു. അതുകൊണ്ട് പത്രോസ് എഴുതിയേക്കുന്നിടത്ത് പത്രോസ് അപ്പോസ്തലൻ എഴുതിയതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് പക്ഷെ നമ്മൾ വായിച്ചപ്പോൾ ഒന്ന് അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിലായിപ്പോയി ഇത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അധ്യായം വായിച്ചു നിർത്തും, 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകത്തില്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂഷൻ ആണ് നഷ്ടപ്പെടുന്നുണ്ട്. അല്ല ഇവിടെ പക്ഷെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്നാൽ ഈ പ്രവചനത്തെ കുറിച്ച് പ്രവചനം എങ്ങനെ വരുന്നെന്നും പ്രവചനം എന്താണെന്നും പറഞ്ഞതിന് ശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പറയുക, താൻ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അന്ന് കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് ഹല്ലേലൂയ നേരത്തെ ഉണ്ടായിരുന്നു. എന്നിട്ട് പത്രോസ് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കാർ ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയും ചെയ്യും. ഹാലേലൂയ. അപ്പൊ ഇപ്പോഴും അത് ഹാലേലൂയ ഉണ്ടാകുമെന്ന് തന്നെ. അപ്പൊ ഇന്ന് താഴോട്ട് പറയുന്ന കാര്യം വായിച്ച് ഇന്ന് നമ്മൾ കാണുന്ന അതേ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഹാലേലൂയ. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാ അവർ പ്രവചനം ഹാലേലൂയ കള്ളപ്രവചനം ചെയ്യുമ്പോൾ അവര് നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയുന്ന പോലെയാണ്. കാരണം എന്തുകൊണ്ടേ കള്ളപ്രവചനം എന്ന് വെച്ചാൽ ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട് അവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്ഥാനം കിട്ടണം, അവർക്കൊരു മാനം കിട്ടണം, അവരുടെ ഇടയിൽ നമ്മൾ പ്രവാചകൻ എന്ന് പറയണം. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വിളിക്കത്തുള്ളൂ, അല്ലെ അവരെ വീണ്ടും ശുശ്രൂഷയ്ക്ക് വിളിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള എന്നുവെച്ചാൽ ദൈവത്തിന്റെ വേലയെക്കാട്ടി കൂടുതൽ ദൈവത്തിനോടുള്ള സ്നേഹത്തെക്കാട്ടി കൂടുതൽ സ്വന്തമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത് ചെയ്യുന്നത്. ഹാലേലൂയ. പണ്ടൊക്കെ ഹാലേലൂയയില് സംഭവിച്ചൊരു കാര്യം ആളാരൊന്നും ഞാൻ പറയത്തില്ല. ഹാലേലൂയ അവിടെ നല്ലതായിട്ട് ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രവചനമൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഹാലേലൂയ. പക്ഷെ എങ്കിലും കുറച്ച് കള്ളത്തരമൊക്കെ കാണിച്ചിട പ്രവചനം പ്രവചിച്ചു. പക്ഷെ അത് കൈയോടെ പൊക്കി. ഹാലേലൂയ പൊക്കി കഴിയുമ്പോഴത്തേന് എനിക്ക് മനസ്സിലായത് ഹാലേലൂയ ഞാൻ തന്നെ അത് എനിക്ക് എൻ്റെ തെളിവൊക്കെ എൻ്റെ തന്നെ വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ദൈവം എന്നോട് നീ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ പോയി സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന് തെളിവ്. പക്ഷെ ഇത് ഇവിടെ വന്ന് പറയുമ്പോൾ അയ്യോ സിസ്റ്റർ എനിക്ക് തെറ്റുപറ്റിയെന്ന് എൻ്റെ മുമ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ലെങ്കിൽ കേൾക്കുകയും വേണ്ട. പക്ഷേ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. കർത്താവ് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും, ദൈവം വീണ്ടും ചെയ്യും. കാരണം നിങ്ങൾക്ക് അവർക്ക് പ്രവചനം ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ശക്തമായ പ്രവാചകൻ. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാ എന്താ ഈ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഉള്ളിൽ കയറുമ്പോ ഞാൻ എല്ലാവരെക്കാട്ടും മേളിൽ കയറി നിൽക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ നാളെ എന്താ ജനം മൊത്തം അയ്യോ ബ്രദറിന്റെ പ്രവചനമാണ്, അല്ലെങ്കിൽ ആ പാസ്റ്റർ പ്രവചനം ഉണ്ടല്ലോ, അല്ലെ പ്രവചനം അത് ഭയങ്കര സംഭവമാണ്, ഇതാണ് നമ്മൾ പറയുന്നതൊക്കെ എന്താ പറയാ അത് കറക്റ്റ്. അതുപോലെ പേരെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴേ ഇത് ചെയ്യുന്നത് മനസ്സിലായി. പക്ഷെ അവർക്ക് കൊടുത്ത കൃപാവരത്ത് നിൽക്കുകയാണെ ദൈവത്തിന് ഇപ്പൊ ഇവർ ഈ ട്രിക്ക് കാണിച്ച് കയറുന്നേക്കാട്ടി വലിയ ലെവലിലേക്ക് എത്തിക്കാൻ കർത്താവിന് പറ്റും, സത്യസന്ധമായി നിൽക്കുകയാണെങ്കിൽ. പക്ഷെ അവിടെയൊക്കെ സ്വന്തം പേരിനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പല കള്ളത്തരങ്ങളും കപടതകളും അവിടെ ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞിരിക്കുന്ന പോലെ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുക എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് സ്വന്തമായി എടുക്കാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. കാരണം കർത്താവ് പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ചെയ്യാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അവിടെയൊക്കെ ഇപ്പം സാറാമ്മ സിസ്റ്ററെ കുറിച്ച് ദൈവദാസന്മാര് വർഷങ്ങളായിട്ട് പറയുന്നു, ശക്തമായ പ്രവാചകയാണ്, നിന്റെ മേൽ പ്രവാചക. പക്ഷെ സാറാമ്മ സിസ്റ്റർ ഇതുവരെ ഒരു പ്രവചനം പോലും അത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ സാറാമ്മ സിസ്റ്ററിൽ ഹല്ലേലൂയ ദൈവം കൺഫർമേഷൻ കൊടുക്കാതെ, ദൈവശബ്ദം വ്യക്തമായി കേൾക്കാതെ ഞാൻ പറയത്തില്ല എന്നൊരു തീരുമാനം ഉള്ളുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിനോടുള്ള സത്യസന്ധമായ ഒരു സമീപനമാണ്. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് പറയാന്ന് വിചാരിച്ചിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ചാ പ്രവാചക എന്ന പേര് സ്വയം എടുക്കാൻ ആഗ്രഹിക്കാത്തോണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ട? പക്ഷെ പലർക്കും പ്രവാചക എന്ന പേര്, അല്ലെ പ്രവാചകൻ എന്ന പേര് സ്വയം എടുക്കാൻ വലിയ താല്പര്യം. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് ഉള്ളത് പ്രവചനത്തിന്.
പലരും മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ പാസ്റ്റർമാരെ വിളിച്ചിട്ട് പല വിശ്വാസികളും പറയുന്നത്, അതേ നല്ല പ്രവചനമൊക്കെ ഉള്ള ആളാ, നല്ല ദൈവദാസനാ, കേറണേ അല്ലെ വരണേ. കാരണം എന്താ, പ്രവചനത്തിനെ മാർക്കറ്റ് പ്രവചിക്കുമെന്ന് പറഞ്ഞാൽ ജനം വരും. കാരണം വെച്ചാൽ ഓ നാളെ എന്താ കർത്താവ് എന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നാളെ എന്താണെന്ന് കേൾക്കാവോ. സത്യമല്ലേ ഞാൻ പറയുന്നത്? ആണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? നല്ലൊരു ദൈവദാസനാ, നല്ല നല്ല വചനം കേട്ടോ എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ പറയുന്നത് നല്ല ശുശ്രൂഷയെ കേട്ടോ, നല്ല പ്രവചനമൊക്കെ ഉണ്ട് കേട്ടോ, വരണേ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. കാരണം ഇന്ന് അതിന് മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ന് സകല ആൾക്കാർ അങ്ങനെ പേരെടുക്കാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയും, ദൈവം തരാത്ത ഒരു പ്രവചനം നമ്മുടെ നാവിന് വരത്തില്ല. ദൈവം ഒരാളോട് എത്ര ശക്തന്മായ പ്രവാചകന്മാര് പോലും ചിലരുടെ ജീവിതത്തിൽ ഒരു വാക്ക് പറയാത്ത അവസ്ഥകളുണ്ട്. എനിക്കറിയാവുന്നുണ്ട്. അവൻ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ശക്തനായ പ്രവാചകനാ സാമച്ചൻ പാസ്റ്റർ. പക്ഷെ എന്നോട് ഒരു ദിവസം ഒരു കുഞ്ഞെടുത്ത്, ആന്റി എനിക്കൊന്ന് പോകണം, എന്ന് വിളിച്ചു പറയുന്നൊക്കെ ചോദിച്ചു. വിളിച്ചു അവിടെ ചെന്ന്. പക്ഷേ അവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അത് പ്രവാചകർക്കൊന്നും പ്രചരിപ്പിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാ ദൈവ നിയോഗമില്ലാതെ പ്രവചനങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഓടി അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രവചന ശബ്ദം നമ്മൾ കേൾക്കണത് നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവം കേൾപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ദൈവത്തെ, അതാ ഞാൻ പറയാം, ദൈവത്തിൽ നിന്നല്ലാതെ, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ, ദൈവശബ്ദമല്ലാതെ ഒരു ശബ്ദം ദൈവത്തിന്റെ വരത്തില്ല. മാനുഷ്യമായിട്ട് വേണേ പറയാറുണ്ട്. മാനുഷ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു ആൾക്കാർക്ക് പറയും. പക്ഷെ മാനുഷ്യമായിട്ട് പറയുന്നതല്ല പ്രവചനം. തോന്നലുകൾ പറയുന്നതല്ല പ്രവചനം. ദൈവത്തിന്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവ് അതിനകത്ത് നിയോഗത്താൽ മനുഷ്യൻ ദൈവകൽപ്പന, മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുക. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയാലാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാ? പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചു. പരിശുദ്ധാത്മ നിയോഗിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പനയാൽ നമ്മൾ സംസാരിക്കുന്ന പ്രവചനം എന്ന് പറയാം. തോന്നലിൽ പറയുന്നതിന് അല്ല. ഹല്ലേലൂയ. ഇവിടെ അടുത്ത കാണുന്ന വെച്ചാ, അവർ നാശകരമായ മതഗ്രഭേദം നുഴയിച്ചു, തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥരെ തള്ളിപ്പറ, തങ്ങൾക്കുള്ള ശീഘ്രനാശം. ഇവരുടെ കാര്യം തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ജീവിതത്തിൽ നാശം വിളിച്ചു വരുത്തും. എന്നിട്ട് അടുത്ത പറയുന്നത്, അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കുക. അവരുടെ ദുഷ്കാമ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മള് മറ്റു ഡെപ്തിലേക്കൊന്നും പോകണ്ട. ഇവര് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ, സ്വന്തം ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട്, സ്വന്തം വ്യക്തിത്വത്തെ സ്നേഹിച്ചുകൊണ്ട്, സ്വന്തം സഭയെ യേശുവിന്റെ ശരീരമായ സഭയല്ല, സ്വന്തം സഭയെ സ്നേഹിച്ചുകൊണ്ട്, സ്വന്തം ഭവനത്തെ, സമ്പത്തിനെ, ഇങ്ങനെ പലതിനെ സ്നേഹിച്ചുകൊണ്ട് ഇവര് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പലരും അനുകരിക്കും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്ന അനേകരുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു രാജ്യത്തെ ആൾക്കാരെ നമ്മൾ മോശം പറയല്ല, ഒരു രാജ്യത്തെ ആൾക്കാരെ പർട്ടിക്കുലർലി എടുത്ത് പറയല്ല. മലയാളികൾ അതിനെക്കാട്ടി, പക്ഷെ ആഫ്രിക്കൻ പാസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് പ്രവചനത്തിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ ബാക്കിലുള്ള ബിസിനസ്സുകളെ കൂടെ, അവർ ഭയങ്കര ബിസിനസ്സുകാരൊക്കെ. പക്ഷെ ആ ബിസിനസ്സുകളൊക്കെ നോക്കുമ്പോൾ ഒരു ദൈവവചനപ്രകാരമുള്ള ബിസിനസ് അല്ല, ഒരു എത്തിക്സ് ഇല്ലാത്ത ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരും പ്രവചനത്തിൽ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. പക്ഷെ നിൽക്കുമ്പോൾ ഇവരെ ഫോളോ ചെയ്ത്, കാരണം ഇവരുടെ ഹെയർ സ്റ്റൈല്, ഇവരുടെ ഡ്രസ്സ്, ഇവരുടെ നടപ്പ്, ഇവരുടെ സംസാരം, ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നവർ, ഇത് നോക്കിയിട്ട് അതേപോലെ ഡിറ്റോ ആയിട്ട് ഫോളോ ചെയ്യുന്ന അനേകരുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലും കണ്ടു കഴിഞ്ഞാൽ ചില ദൈവദാസന്മാര് അതേപോലെ ഫോളോ, അവരെന്ത് ഡ്രസ്സ് ധരിക്കുന്നു, അവരെന്ത് എങ്ങനെ സംസാരിക്കുന്നു, അവരെങ്ങനെ മൈക്കി പിടിക്കുന്നു, അവരുടെ സൗണ്ട് മോഡുലേഷൻ എങ്ങനെയാണ്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന അനേകരെ നമുക്ക് ഇവിടെയും കാണാം. ഹല്ലേലൂയ. ആ കാണുമ്പോൾ ഇവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇവരുടെ സ്പിരിച്വൽ ഫാദർ ആയിരിക്കും, മെന്റർ ആയിരിക്കും. പക്ഷേ ഇവര് ഫോളോ ചെയ്യുന്നത് ഇവരെ ആണെങ്കിൽ ആരെയാണ് നമ്മൾ മറന്നു പോകുന്നത്? ആരെയാണ് നമ്മൾ ചവിട്ടിക്കളയുന്നത്? ആരെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്? ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള അനേകർ നമുക്ക് അവിടെ, അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന എന്നിട്ട്
ഇവിടെ പറയുന്നത് അവരെ ദുഷ്കാമ പലരും അനുകരിക്കപ്പെടും. അവർ നിമിത്തം സത്യമാർഗം അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കപ്പെടും. എന്നിട്ട് അവരുടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അത് ഇവർ അനുകരിക്കും. ഇപ്പൊ നമ്മളെ ലീഡ് ചെയ്യുന്ന, നമ്മളെ മെന്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി അത്യാവശ്യം ഒരു നുണയൊക്കെ പറയുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മളത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളൊക്കെ പിന്നെ നമ്മുടെ മാതൃകയായിട്ട് മുമ്പ് നിൽക്കുന്ന, നമ്മളെ ലീഡ് ചെയ്യുന്ന, നമ്മളെ ഗൈഡ് ചെയ്യുന്ന പുള്ളിക്കാരൻ കുറച്ച് നുണയൊക്കെ പറയുന്നത്, പുള്ളിക്കാരൻ കുറച്ച് ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്ന ആളാ, പുള്ളിക്കാരൻ കുറച്ച് ട്രിക്കൊക്കെ പ്രയോഗിക്കുന്ന ആളാ. അപ്പൊ അതും നമ്മളും ഫോളോ ചെയ്യാൻ തുടങ്ങും, ഇല്ലേ? ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ വചനം വായിക്കണം, കുഞ്ഞുങ്ങൾ ദൈവത്തിൽ വിശ്വാസത്തിലായിരിക്കണം, കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നടക്കണം, കുഞ്ഞുങ്ങൾ വചനപ്രകാരം നടക്കണം. ഇതെല്ലാം നമ്മൾ പറയുമ്പം ഹല്ലേലൂയ, നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മൾ എങ്ങനെയാണ്, ഇത് വലിയ ഇമ്പോർട്ടൻ്റാ. നമ്മളായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ. കുഞ്ഞുങ്ങളെ നോക്കി പലരും പറയുന്നത്, നീ അപ്പുറത്തെ പിള്ളേരെ കണ്ട, ഇപ്പുറത്തെ പിള്ളേരെ കണ്ട, അവരെ കണ്ടുപടി, ഇവരെ കണ്ടുപടി. അവരെ കണ്ടുപഠിക്കാൻ, ഇവരെ കണ്ടുപഠിക്കാനല്ല പറയണ്ട, നമ്മളെ കണ്ടുപഠിക്കാൻ തന്നെ പറയണം. ഹല്ലേലൂയ. കാരണം അതിനുള്ള ആംബിയൻസ് നമുക്ക് ഉണ്ടാകണം, അല്ലേ? എല്ലാരും പറയുന്നത് എന്താ? ഓ നോക്ക്, അവനെ കണ്ടോ, അവനെ കണ്ടോ, അല്ലെ അപ്പുറത്തുകാരെ കണ്ടു, ഇപ്പുറത്തുകാരെ കണ്ടു. ഇവരെ നോക്കി പഠിക്കുക. നമ്മള് കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ്. പലരും പഠിക്കുന്ന പിള്ളേരൊക്കെ അയ്യോ നിന്റെ കൂടെ പഠിക്കുന്ന ആ കൊച്ചിനെ കണ്ടു പഠിക്കടാ. ആ കൊച്ചിന്റെ അപ്പനല്ലല്ലോ ഇവന്റെ അപ്പൻ, ആണോ? അല്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കണ്ട് തന്നെ പഠിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കത് പറയാനുള്ള ഗട്സ് ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കാതെ, നമ്മൾ വചനം വായിക്കാതെ, നമ്മൾ അഭിഷേകം പ്രാപിക്കാതെ, പരിശുദ്ധാത്മാവിൽ നടക്കാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന വ്യക്തി കുഞ്ഞുങ്ങളെ ഉപദേശിക്കേണ്ട യോഗ്യരല്ല. ഹല്ലേലൂയ. കാരണം അവരെ കണ്ട അതുപോലെ ഞാൻ പറയാം, നമ്മളുടെ ഹല്ലേലൂയ മുമ്പിൽ നിൽക്കുന്ന പലരും ഉപദേശിക്കുകയും ഗൈഡ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവര് പോലും അറിയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൂടെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. ആര് പഠിച്ചാലും പഠിപ്പിച്ചാലും പറയാൻ കഴിയണം, നിങ്ങൾക്ക് നോക്കാൻ യോഗ്യനായി ഒരുവനേ ഉള്ളൂ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ യോഗ്യനായിട്ട് ഒരുവനേ ഉള്ളൂ. അവനെ മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ, അവനെ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലാതെ എന്നെ നോക്കുന്ന പറയാം. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കേട്ടോ, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുക, എന്റെ അനുകാരികളാണ്. കാരണം അത് പറയാനുള്ള ആംബിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാ പറഞ്ഞു. അല്ലെങ്കിൽ അത് പറയാനുള്ള ഗഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ അതുപോലെ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അതുപോലെ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി മരിക്കാൻ വരെ റെഡിയാണെന്ന് പറഞ്ഞ് മരണത്തിൽ പോലും സ്വന്തം ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായിരുന്ന മനുഷ്യനെ നോക്കി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ നോക്കി പഠിക്കുന്ന എന്ന് പറയുന്നു. ഇന്ന് സകല മനുഷ്യരും ബലഹീനർ തന്നെയാണ്. അങ്ങനെ പൗലോസിനെ പോലെ ഒരാൾ ജീവിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനുള്ള അവകാശം ദൈവം കൊടുത്ത, അല്ലാത്തവർക്കാർക്ക് അവകാശം കൊടുത്തിട്ടില്ല. പലപ്പോഴും പാടാൻ പറ്റും നമുക്ക്, ഞാൻ പൗലോസായി മാറട്ടെ. പക്ഷെ പൗലോസായി മാറണമെങ്കിൽ കുറച്ച് കഷ്ടമാണ്, അത് ഈസി ആയിട്ടൊന്നും മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ ദൈവത്തെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യം അവര് നിമിത്തം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവരുടെ ദുഷ്കാമ പ്രവൃത്തി അനുകരിക്കാതെ നിമിത്തം എന്താ വെച്ചാൽ അത് നിമിത്തം സംഭവിക്കും സത്യമാർഗം ദുഷിക്കപ്പെടും. ഇത് ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പെന്തക്കോസ്ത് അത് പറയാൻ ഹല്ലേലൂയ വാ തുറക്കാൻ പലരും നാണിക്കുന്നതിന് ലജ്ജിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതുപോലെ ഈ മാർഗം ദുഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാ ജാതികൾ ഭയമില്ലാത്തത്? ഇന്ന് പെന്തക്കോസ്തുകാരെ കിടന്ന് തോണ്ടാൻ തോന്നുന്നതിന് എന്തുകൊണ്ടാ കാരണം? അവർക്ക് ഭയമില്ല. എന്തുകൊണ്ടാ ഭയമില്ലാത്തത്? ഹല്ലേലൂയ. ഇവരെ തോണ്ടിയിട്ട് ഹല്ലേലൂയ ഒന്നും സംഭവിക്കുന്നില്ല, ആണോ? പണ്ടുള്ള ആൾക്കാരെ തോണ്ടാനായിട്ട് ഹല്ലേലൂയ അനുവദിക്കുമായിരുന്നു, തോണ്ടിയ വിവരം അറിയാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ ഹല്ലേലൂയ. വലിയ ഫേമസ് പേരൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ കാണാം, നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു സഭയിലെ ഹല്ലേലൂയ വിശ്വാസികൾ എല്ലാ ആഴ്ചയിലും അവർ ട്രാക്ട് കൊടുക്കാൻ പോകും. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരാള് ഒരു റെയിൽവേ ക്രോസിലേക്കൂടെ നടന്നങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ട്രാക്ട് എല്ലാം പിടിച്ച് വലിച്ച് കീറി റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ട് ഇവരെ പിടിച്ച് തള്ളി. എന്റെ സ്ത്രീകളാണ് തള്ളി. അവരൊന്നും വേണ്ടിയില്ല, എഴുന്നേറ്റ് പോകും. ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ ശവം അതേ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് ചിന്നിച്ചെതറി. എങ്ങനെ ട്രാക്ട് വലിച്ചേറി കളഞ്ഞു. അതുപോലെ പിന്നെ ആ പരിസരത്തുള്ളവർ ഇതറിയുന്ന ആരെങ്കിലും ഇവരെ ട്രാക്ട് വലിച്ചേരാൻ ധൈര്യപ്പെടുക സിസ്റ്റർ?
ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ആരും തകർന്നു പോണ, പക്ഷെ ദൈവത്തിന്റെ മക്കളെ തൊടുന്നവൻ. ഹാലേലൂയ. കർത്താവ് പറഞ്ഞു എന്റെ കൺമണിയെ തൊടുന്നു. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഇന്ന് ഹാലേലൂയ ചോദിക്കാൻ യോഗ്യതയുള്ള ഒരുവൻ അവിടെ ഉണ്ട്. നമ്മളെ ഒരാൾ ഉപദ്രവിച്ച, നമ്മളെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞ് വേദനിപ്പിച്ച ആ നിമിഷം പകരം ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്റെ അപ്പൻ ഹാലേലൂയ അടങ്ങിയിരിക്കത്തില്ല. പക്ഷേ ഇന്ന് അപ്പൻ എന്തുകൊണ്ട് അടങ്ങിയിരിക്കുന്ന വെച്ചാൽ ഇവൻ രണ്ട് കൊള്ളാൻ കൊള്ളാൻ യോഗൻ രണ്ട് കൊള്ളട്ടെ എന്ന് അപ്പനും വിചാരിക്കുന്നതിന്റെ കാരണം വെച്ചാൽ നമുക്ക് എന്തോ കുഴപ്പമുള്ളൂ. ഹാലേലൂയ. ഇല്ലെങ്കിൽ ഹാലേലൂയ ദൈവസന്നിധിയിൽ ഹാലേലൂയ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ഇന്ന് ആ ഭയം ജാതികളുടെ ഇടയിൽ ഇല്ല. പണ്ട് അഭിഷിക്തന്മാരെ തൊടാൻ പേടിക്കുവാൻ, അവരെ നേരെ നിന്നൊരു വാക്ക് പറയാൻ പേടിക്കുവാൻ കാരണം പറഞ്ഞാൽ വിവരം അറിയുന്നവർക്ക് അറിയായിരുന്നു. ഹാലേലൂയ. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാ സംഭവിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മോഹങ്ങൾക്കായിട്ട് ഹാലേലൂയ അവര് ദൈവത്തിന്റെ മാർഗത്തെ കൂട്ടിക്കളയുന്നതുകൊണ്ട് ഈ സത്യമാർഗം ദുഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഹാലേലൂയ അതിന് പ്രതികാരം ചെയ്യാനും ചോദിക്കാനും ദൈവം ചെയ്യാത്തത്. ഹാലേലൂയ. കാരണം ഈ മാർഗം ദുഷിക്കപ്പെടാനുള്ള മാർഗമല്ല. കർത്താവ് യേശുക്രിസ്തു അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി കൊടുത്തത് ഇത് മറ്റുള്ളവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ദുഷിപ്പിന് വേണ്ടിയിട്ട് വിലയില്ലാതാക്കാനല്ല. ഇത് ഏറ്റവും വിലയുള്ളതായി സകലരും ഇതിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സകലരെയും അതിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചം കാണിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. പലരെയും അകന്നു പോകുന്നതിന്റെ കാരണം മാതൃകയില്ലാത്ത ജീവിതം. ഹാലേലൂയ. സ്വന്തമായ മോഹങ്ങൾക്ക് വേണ്ടി എന്ത് വിടുവായത്തരം വിളിച്ചു പറയുന്ന സ്വഭാവം. ഹാലേലൂയ. ഇന്ന് പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജാതികൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നെങ്കിലും വിചാരിക്കേണ്ട കാര്യമുണ്ട്. മൈക്കെടുത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയുന്നവർക്ക് പോലും സുബോധമില്ല. ഹാലേലൂയ. പണ്ട് ഞാനൊരു ദേവദാസനോട് പറഞ്ഞ കണക്ക് ഹാലേലൂയ പുള്ളി വന്ന് മൈക്കെടുത്ത പിന്നെ പുള്ളി എന്തൊക്കെ പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ വിടുവായത്തരം വിട്ടെന്തെങ്കിലും വിളിച്ചു പറയും. ഹാലേലൂയ. ഞാൻ ഒരു ദിവസം ഞാൻ പാസ്റ്റർ അതിനെ തുടങ്ങി ഒരു കാര്യം ചെയ്യണം. ഈ പ്രസംഗിക്കുമ്പോൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് വെച്ച് കേൾക്കണം. 1-2 പ്രാവശ്യം കേട്ടിട്ട് അടുത്ത പ്രാവശ്യം പ്രസംഗിക്കാൻ മൈക്കെടുക്കണം പറഞ്ഞു. കാരണം അത്ര ഗതികെട്ട് പറഞ്ഞു പോയതാണ്. ഹാലേലൂയ. അപ്പം പുള്ളിയുടെ ഇമാജിനേഷൻ വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറയും വന്നിട്ട്. ഹാലേലൂയ. അപ്പൊ അതിനകത്ത് ചിലതൊക്കെ കേട്ട് ചിരിച്ചിരിച്ച് തല കുത്തും നമ്മൾ. കാരണം ഓർത്തോർത്ത് ചിരിക്കുന്ന, കാരണം അതുപോലെ പറയുന്നത് അവർക്ക് പോലും ബോധമില്ല എന്താ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇന്നും നമ്മൾ കാണുന്ന ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജാതികളെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇവർക്കൊന്നും ഒരു ബോധമില്ലേ എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് പറയും? കാരണം ഈ ബൈബിൾ എന്ന് പറയുന്ന കാര്യം ഇന്ന് നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ട്. എന്ന് ഒരു ഫിംഗർ ടിപ്പിലെല്ലാം കിട്ടുന്നതാണ്. ഇവർ പറയുന്നതൊക്കെ വിടുത്തമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാനും വലിയ ബൈബിൾ കോളേജിൽ പഠിക്കുകയൊന്നും വേണ്ട, ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി കിട്ടും ഇവരെന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ശരിയായ അർത്ഥം. അപ്പൊ ഇത്രയെങ്കിലും കോമൺ സെൻസോട് ഇവർക്ക് സംസാരിച്ചു കൂടെ എന്ന് ചോദിക്കാറ്. കാരണം ഇതെന്തിനാ ജാതികളെ കൊണ്ട് പറയുക? വചനത്തിൽ ദൈവത്തിന്റെ വചനം അത് മനുഷ്യനെ വിടുവിക്കുന്ന വചനമാണ്. വചനത്തിനും ബന്ധനമില്ല. ഒരു ശരിയായ ഒരു വചനം കടന്നു ചെന്ന് ഒരുവൻ വിടുവിക്കപ്പെടും. ആ വിടുവിക്കപ്പെടേണ്ട സ്ഥാനത്താണ് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നത് പോലും ഇത് വേണ്ടാന്ന് വെച്ച് മാറിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് പോകും. വന്നവർ പോലും നിൽക്കാതെ ഇന്ന് പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഒരിക്കൽ ഒരു പാസ്റ്റർ പറഞ്ഞതാണ്, വിശ്വാസത്തിലേക്ക് വരുന്നവരെക്കാട്ടി കൂടുതൽ പിന്മാറ്റത്തിൽ പോകുന്നവരായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം വിട്ട് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലെ കള്ളത്തരങ്ങളും കപടതകളും മനസ്സിലാക്കിയിട്ട് വിശ്വാസം. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മകൻ എന്നോട് സംസാരിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇതിലേക്ക് വരത്തില്ല എന്ന് ശപഥം ചെയ്ത ആളാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും ഒരു പാസ്റ്റർ ആകാനോ ഒരു ശുശ്രൂഷകനോ ആഗ്രഹിച്ചില്ല. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല ദൈവദാസന്മാരും സ്വന്തം അപ്പനിൽ നിന്നും അവര് പോകുന്ന കഷ്ടതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമല്ല ഇതിനകത്തുള്ള കള്ളത്തരങ്ങളും ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്തായാലും ഈ മാർഗം സ്വീകരിക്കത്തില്ലെന്ന് വിചാരിച്ച. പക്ഷേ ദൈവം കണ്ടവനെ മാറ്റിയെടുത്ത ദൈവം തക്ക സമയത്ത് പുറത്തെടുക്കാനായിട്ട് ഇടയായി. ഇപ്പൊ പുറത്തെടുക്കും മീൻസ് അതിലേക്ക് തിരിച്ചു കൊണ്ടു. അപ്പോഴാ പറഞ്ഞ അങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു വചനം ഇടപെട്ട് ട്രെയിൻ യാത്ര ഇരിക്കുമ്പോൾ ആ വചനം കേട്ട് ഞാൻ പേടിച്ചു പോയി. കാരണം ഏലിയാവിൻ പുരോഹിതന്റെ മക്കളെയാണ് കാണിച്ച വിഷല് ഞാനത് കണ്ടു. അങ്ങനെ ഞാൻ ഭയപ്പെട്ട് ഇരുന്ന് കഴിയുന്ന സമയത്ത് ആന്റി എന്നോട് പ്രവചിച്ച് തൂത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എല്ലാം കളഞ്ഞ് സമർപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ അവന്റെ ഉള്ളിൽ ആ ഭയം വന്ന് അതിൻ്റെ കൂടെ ആ ദൈവിക ആലോചനയും കൂടെ വന്നപ്പോ അപ്പൊ എത്ര ഞാൻ പറയാം, മോനെ ഒരു കാര്യം ഞാൻ പറയാം, നീ എവിടെയൊക്കെ പോയി ഒളിച്ചാലും എത്രയൊക്കെ നീ തീരുമാനം എടുത്താൽ ദൈവം നിന്നെ കണ്ടതാണ് തക്ക നിന്നെ പൊക്കി എടുത്തുകൊണ്ട് കൊണ്ടുവരും.
അല്ലെ? പക്ഷെ എന്തുകൊണ്ടാ അവര് മാറി നിന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർഗത്തെ കുറിച്ചുള്ള അവർ കണ്ടും കേട്ടും ഇരുന്ന കാര്യങ്ങൾ അവരെ മടുപ്പിച്ചു. ഇതിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നില്ല. എന്താ പല കുഞ്ഞുങ്ങളും വരാത്തതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് നമുക്കൊരു കാര്യത്തിലേക്ക് ഒരു ഇപ്പൊ പിള്ളേർ എഞ്ചിനീയർ ആണ്, ഡോക്ടറാണ്, കളക്ടറാണ്, IPS ആണ്, ഇതൊക്കെ വരുന്നതിന്റെ കാര്യത്താ അവർക്ക് അതിനെക്കുറിച്ചുള്ള അവർ കണ്ടും കേട്ടും എന്തെങ്കിലും ചെയ്യണം, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടും എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഓരോ പൊസിഷനിലേക്ക് കുഞ്ഞുങ്ങൾ എത്താൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടല്ല, അതായത് ചുമ്മാ സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ. നല്ല IPS ഓഫീസർ ആയി കഴിഞ്ഞാൽ രാജ്യത്ത് നല്ലോണം നിയമം നടക്കും, എല്ലാവരും IAS ഓഫീസർ ആയി കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് നല്ലൊരു ഭരണം ഡിസ്ട്രിക്റ്റിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു നല്ല ഡോക്ടർ ആയി കഴിഞ്ഞാൽ അനേകരെ ശുശ്രൂഷിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. പിന്നെ കിട്ടിക്കഴിയുമ്പോൾ കൈക്കൂലും മറ്റു മറിച്ചൊക്കെ ആയിട്ട് തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്, അത് പോട്ടെ. പക്ഷേ അവരുടെ ഉള്ളിലെ മോഹം എന്താന്ന് വെച്ചാൽ ജനസേവനം തന്നെയാണ് ആ മോഹം വരുന്നത്. ഹാലേലിയ. ഹാലേലിയ. അപ്പൊ അത് നമുക്ക് ടീച്ചർ ആകണം എന്ന് ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നല്ലതാണ്, നല്ലൊരു ടീച്ചറായിട്ട് പേരെടുക്കണം, ഈ ആഗ്രഹത്തിലൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ആഗ്രഹം. അതുപോലെ എനിക്കൊരു നല്ല ശുശ്രൂഷകനാകണം, എനിക്ക് നല്ല പ്രവാചകൻ, അല്ലെ നല്ലൊരു പാസ്റ്റർ ആകണം, അല്ലെ നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആകണം എന്ന് കുഞ്ഞുങ്ങൾ എന്ന് ആഗ്രഹിക്കാത്തതിന്റെ കാരണം പലരും എന്താ വെച്ചാൽ അവര് കാണുന്ന മാതൃക അങ്ങനെ വരുന്നില്ല. ഹാലൂയ. പണ്ട് ആൾക്കാർ ഇറങ്ങി പണ്ട് നമ്മുടെ ബിജെകൾ എപ്പോഴും പറയും, ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദേവദാസന്മാരുടെ മക്കളെല്ലാം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ വേണ്ടി വിടും, അവരെ ജോലിക്ക് അയച്ചിട്ട് പാവപ്പെട്ടവന്റെ കുഞ്ഞിനെ കാണുമ്പോൾ നീ ഇവരെ ദൈവവേലയ്ക്ക് സമർപ്പിക്കുന്ന പറയുന്ന ദേവദാസൻ പറയുന്നുള്ളത്. അങ്ങനെ പറയാനായിട്ട് ഒരു ദൈവദാസന് യോഗ്യതയില്ല സ്വന്തം കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാതെ മറ്റുള്ളവന്റെ കുഞ്ഞിനെ കൊടുക്കാൻ പറയാനില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാ നടക്കുന്നല്ലേ. പക്ഷെ വിജയങ്ങൾ അത് പറയുമ്പോൾ വിജയങ്ങൾ ഒരു യോഗ്യത ഉണ്ടായിരുന്നു, സ്വന്തം മക്കള് ഡോക്ടേഴ്സ് ഒക്കെയാണ് എല്ലാവരും. പക്ഷെ അവര് ദൈവവേലയ്ക്ക് തന്നെ സമർപ്പിക്കപ്പെട്ട് അവരിപ്പോഴും ദൈവവേലയിൽ തന്നെ നിൽക്കുന്നു. ഹാലേലിയ. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാം, എനിക്കുള്ളതിനെ പിടിച്ചിട്ട് ഞാൻ പറയാം, മോള് ഇതിലോട്ടൊന്നും ഇറങ്ങില്ല കേട്ടോ, മോള് ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഹാലേലിയ നമ്മുടെ സാറാമോസ്റ്റർ മക്കളെയൊക്കെ ജോലി കിട്ടാൻ ശരിയാകത്തില്ല, കൊച്ചിനെ പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് വിടുന്ന് പറയുന്നത് ശരിയാണ് ഇല്ല. കാരണം ഇന്ന് അതാണ് അവസ്ഥ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അത് എന്താ കർത്താവ് യേശുക്രിസ്തു. അപ്പൊ ഇത് കാരണം എന്തുകൊണ്ട് ഇവരിങ്ങനെ കള്ളപ്രവചനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഹാലൂയ. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയത്തില്ല ഇത് കള്ളമായിരുന്നു. ഇരുട്ടിനെ എപ്പോഴും മറച്ചു വെക്കാൻ പറ്റുമോ സിസ്റ്റർ? ഇല്ല. കാരണം ഇരുട്ടിന്റെ മറ പിടിച്ച് കള്ളത്തിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു വെളിച്ചം വീശി അപ്പ തീർന്നു, ഇരുട്ടിന്റെ പദ്ധതി പൊളിഞ്ഞു. ഹാലലിയ. അത് ഫോഷ്കാന്ന് തിരിച്ചറിയും. പക്ഷെ ആത്മാവുള്ളവർ ഫോഷ്കാന്ന് തിരിച്ചറിയാൻ പറ്റും. ഹാലലിയ. കാരണം ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നത് അവർ ദ്രവ്യ ആഗ്രഹത്തിൽ കൗശലവാക്ക് പറയും നിങ്ങളെ വാണിഭമാക്കും. അവരുടെ പ്രശ്നം എന്താ? സാറാമസോസെ കാണുമ്പോൾ എന്റെ പ്രവചനം പറഞ്ഞില്ല, സാറാമസോസെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് എന്റെ അക്കൗണ്ടിലേക്ക് എത്തത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് ചെയ്യുന്ന കാശ് എന്നിലേക്ക് എത്തത്തില്ല. കാരണം എത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് പലരും അങ്ങനെയാണ് പ്രവചിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഡിമാൻഡ് എവിടെയാ? പ്രാർത്ഥനയ്ക്ക് ഡിമാൻഡ് വെളിപ്പാടും ദർശനങ്ങളും ഉള്ളവരോട് പ്രാർത്ഥിക്കാൻ ആൾക്കാർക്ക് ഡിമാൻഡ്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഡിമാൻഡ് കുറയും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നാളെ എന്ത്, നെക്സ്റ്റ് എന്ത്, നമ്മുടെ ജീവിതത്തിൽ എന്താ വരാൻ പോകുന്നത്, എന്താ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഹാലൂയ. അനേകർ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കേണ്ട, പക്ഷെ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇരിക്കണം. അവര് പിന്നെ എന്നെ വിളിക്കത്തില്ല. വല്ലതൊക്കെ പറയുന്നെങ്കിൽ മാത്രമേ വിളി വരത്തുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് വല്ലതൊക്കെ കേൾക്കണം. ഹാലേലിയ. നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ദൈവം വല്ലതും കാണിച്ചാൽ പറയാം, അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രാർത്ഥന ഹാലേലിയ കുറയും. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഞാൻ പറയുന്നത് ആരുടെയും കുറ്റമായിട്ട് പറയില്ല, നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിക്കും. ഒരാളുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദൈവശബ്ദം നമുക്ക് വേണ്ടി പറയണേ, കേൾക്കണേ എന്ന് ആഗ്രഹിച്ച് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കും. ഇപ്പൊ സൂം മീറ്റിംഗിൽ ഇഷ്ടം പോലെ ഉണ്ട്. സൂം മീറ്റിംഗ് എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ദൈവമേ ആ ദേവദാസൻ എന്റെ പേര് വിളിച്ച് എന്തെങ്കിലും ഒന്ന് എന്നോട് പറയണേ. അങ്ങനെ പറയണമെന്ന് കേൾക്കൊന്നും ആഗ്രഹിച്ചിരിക്കുക തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേങ്കിൽ അത് ഓവർ ആകുമ്പോഴാണ് ഇതുപോലുള്ള ആൾക്കാരവിടെ അതിനെ വശീകരിച്ച് പിടിക്കാൻ ശ്രമിക്കും. ദുഷ്ടന് അറിയാം നമ്മുടെ ആമേ നമ്മൾ പറയുന്നതും പറയാതെയും ഒക്കെ പലപ്പോഴും നമ്മൾ എന്തിരിക്കുന്ന അവിടെ നമ്മളെ തെറ്റിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ അവരെ പറയുന്ന അവർക്ക് നിങ്ങൾ വാണിപ്പമാക്കും, അവർ പൂർവ്വ ന്യായവിധി അവർക്കുള്ള അവിടെ പറഞ്ഞ ദ്രവ്യ ആഗ്രഹത്തിൽ അവർ ചെയ്യുന്ന കൗശലവാക്ക് നിങ്ങളെ എന്നിട്ട് ദൈവം അങ്ങനെയുള്ളവരെ തെറ്റിപ്പോയ ജനത്തിന് സ്വന്തം ഭോഗത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ പോയ കുറച്ച് ആൾക്കാരെ നശിപ്പിച്ച് അതിൽ ആദ്യം പറയുന്നത് ദൂതന്മാരെ തന്നെ.
ഹാലേ, ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. ഏറ്റവും ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ ഏറ്റവും മഹോന്നതമായിട്ട്, സൃഷ്ടികൾ ഏറ്റവും മനോഹരമായ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണ് ലൂസിഫർ. ലൂസിഫറിന്റെ സൃഷ്ടിയെ കുറിച്ച് ഒന്ന് രണ്ടിടത്ത് പറയുന്നുണ്ട്. അതുപോലെ സൃഷ്ടിച്ച് അവർ ചിറക് വിടർത്തുമ്പോൾ സപ്തസ്വരങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. അതുപോലെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച ലൂസിയയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഒപ്പം അല്ലെ അതിനകത്ത് മേലെ കയറ്റി ഒന്ന് വെക്കണമെന്ന് മനസ്സ് വിചാരിച്ചപ്പോൾ വെട്ടുകൊണ്ട് താഴെ വീണു. നമ്മളെയൊക്കെ എത്രയോ പ്രാവശ്യം വെട്ടിക്കളയേണ്ടതെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം ക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അവിടെ ദൈവം അതുപോലെ ദൂതന്മാരെ ചങ്ങലക്കിട്ട് അന്ധതമസിലേക്ക് ഇതിന് വേണ്ടി ദൈവം ആരോടും ദൈവം ഒരു ദാക്ഷിണ്യം കാണിക്കുന്നത് കാണാം. പിന്നെ സോദോം ഗോമോരയെ കുറിച്ച് പറയുന്നുണ്ട്, ലോത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ദൈവം കർത്താവ് അങ്ങനെ ശിക്ഷിച്ചെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് തന്നെ പറയുന്നു. ഇന്ന് പലരുടെയും വിഷയം എന്താന്ന് പറയണം, ഞാനിതൊക്കെ ചെയ്തിട്ട് അടിയൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതിന്റെ അവരുടെ വിചാരം അപ്പൊ ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവം ഇതൊന്നും അറിയുന്നില്ല, ഞാൻ കാണിച്ചു കൂട്ടുന്ന ദൈവം ശിക്ഷിക്കത്തില്ല എന്നൊരു ധാരണ പലരും ഉള്ളിലുണ്ട്. പക്ഷേ ഇതെന്താന്ന് കേട്ടെ, ദൈവം ഇത് അവർക്ക് എന്തിനു വേണ്ടി വെച്ചിരിക്കുന്ന വെച്ചാൽ അവർക്കൊരു മാനസാന്തരത്തിന് ഇട കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ ഇതിങ്ങനെ പോകുമ്പം അടി എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ പറയും, സോദോം ഗോമോറ പല സ്ഥലങ്ങളിൽ അന്ന് ഞാൻ പറഞ്ഞതാ കഴിഞ്ഞ ആഴ്ചയിൽ, സോദോം ഗോമോറ പല സ്ഥലങ്ങളും തീ ഇറങ്ങും. കാരണം ആ തീ വെറുതെ വരുന്ന തീയല്ല, അതൊരു കാട്ടുതീ ആയിരിക്കത്തില്ല, അതെന്തെങ്കിലും ഒന്ന് കത്തി ഷോർട്ട് സർക്യൂട്ട് വരുന്ന തീ ആയിരിക്കത്തില്ല, ദൈവത്തിന്റെ കോപത്തിന്റെ തീ തന്നെ കത്തും. ഇതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, കഷ്ടതയോട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ പല ആരും ആമേൻ സ്തോത്രം, ഇത് ചെയ്യാത്ത പലരും അതിനകത്ത് അകപ്പെട്ടു പോവുക. ഒരു തീ കത്തുമ്പം അതിൽ നിന്ന് നന്മ ചെയ്ത കുഞ്ഞുങ്ങളുണ്ട്, വയസ്സായവരുണ്ട്, പാപം ചെയ്യാത്തവരുണ്ട്, അവരെ എടുത്ത് മാറ്റട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ ഒരു സ്ഥലത്തെ നശിപ്പിക്കും, കത്തുമ്പോൾ എല്ലായിടും ഒരുപോലെ കത്തും. അതിലെ പാപം ചെയ്യാത്തവർ പോലും അതിൽ ഉൾപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അതിന് കാരണക്കാരനെ ദുഷ്ടത ചെയ്ത് നടക്കുന്നവർ. അപ്പൊ അതിന്റെ കോപം എത്രത്തോളം ദൈവത്തിന്റെ കോപം മേൽ ഇറങ്ങുന്ന ആലോചിക്കണം. ഞാൻ ഒരാൾ മുഖാന്തരം ഒരു തൈലക്കാരന്റെ തൈലത്തെ ഒരു ചത്ത ഈശ തൈലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ, ഒരു ചത്ത മീൻ കടന്ന ആ മീൻ മൊത്തം നാറ്റം വരുന്നത് പോലെ ഇതിനെ എടുത്ത് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇരിക്കുന്നത് മൊത്തം ചീത്തയായി പോകും, മൊത്തം ദുഷിച്ചു പോകും. ഞാൻ പലപ്പോഴും പറയും, ഒരു സഭയ്ക്കുള്ളിൽ ഒരു ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരാൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം കലക്കം, ഒരു കലക്കത്തിന്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് ഒരു കലക്കത്തിന്റെ ആത്മാവ് കയറി മൊത്തം കലക്കും. കാരണം അവിടെ നിറഞ്ഞു നിന്ന ആ സ്നേഹം, ആ ബന്ധം, ആ സമാധാനം ഒക്കെ എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ളവർ വരുമ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇത് എഫക്ട് ചെയ്യുന്ന ആരെയാ? എല്ലാവരെയും അത് എഫക്ട് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ, എല്ലാവരുടെയും സഭയിലുള്ള ആ സഭാ ശുശ്രൂഷകളുടെ വിശ്വാസത്തിൽ എല്ലാവരുടെ ഉള്ളിൽ ഇവർക്ക് ഇടർച്ച ഇട്ട് കൊടുക്കാൻ കഴിയും. ഈ അവരുടെ ഉള്ള ഇരുട്ടിനെ കുറച്ചെങ്കിലും അവരോട്, അല്ലെങ്കിൽ എന്താ വേണ്ടേ, നമ്മൾ അതുപോലെ പ്രകാശത്ത് നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളിൽ അവരെ മാറ്റി നിർത്താൻ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. യേശു കർത്താവിനും അറിയാതെ യൂദ ആമേൻ സ്തോത്ര യൂദ കൊടുക്കുമെന്ന്, യൂദ ആരായിരുന്നു അറിഞ്ഞതിന് യേശുക്കത്തോട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ഒരു പർപ്പസിന് വേണ്ടി ദൈവം ചേർത്ത് നിർത്തിയതാണ്. യൂദായിലൂടെ ആ പർപ്പസ് നടക്കണം. കാരണം ദൈവത്തിന്റെ നിയോഗമായിരുന്നു, ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു പക്ഷെ യൂദ ആരെന്നറിയാതാണ് ദൈവം കൊണ്ടുവന്നത്. ഭർത്താവ് പലരും ചോദിക്കാറുണ്ട് പല ആൾക്കാരും നമ്മളെ വചനത്തെ ക്രിറ്റിസൈസ് ചെയ്ത പലരും ചോദിക്കാറുണ്ട്, ദൈവം വന്നിട്ട് ആദാമേ നീ എവിടെയാ? ദൈവം ആദാം ഒളിച്ചിരിക്കുന്നത് പോലും കാണാൻ കഴിയാത്ത ദൈവമാണോ നിങ്ങളുടെ ദൈവം? ആദാം ഒളിച്ചിരിക്കുന്നത് കാണാൻ കിട്ടണ ദൈവം ചെയ്ത് ആദാമേ നീ എവിടെയാന്ന് ചോദിച്ചത് ഏതെന്ന് തൊട്ടത്തിൽ വന്നപ്പോ? അല്ല. ദൈവത്തിനറിയാം ആദാമിനെ സൃഷ്ടിക്കുന്നതിനും പറയാം, സൃഷ്ടിച്ച ഇന്ന ദിവസം ഇവരത് പിടിച്ച് പറിച്ച് തിന്നുവന്ന് ഇതുപോലെ ആകുമെന്ന് അറിയാം. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കുന്ന വെച്ചാൽ ദൈവം കാണാനിട്ടല്ല, അറിയാനിട്ടല്ല,
ഹല്ലേലൂയ. ആമേൻ. ദൈവം അത് നമ്മളിൽ നിന്ന് തന്നെ പറയാനായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു പാപം ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന് അറിയാം. പക്ഷെ കർത്താവിനോട് നമ്മൾ, കർത്താവ് എനിക്ക് പറ്റിപ്പോയി, എനിക്ക് ആ തെറ്റിൽ ഞാൻ വീണുപോയി, അല്ലെങ്കിൽ ഞാൻ ആ പാപം ചെയ്തു പോയി, എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് പറയുന്നത് കേൾക്കാൻ ആ ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോൾ നമ്മൾ വായ് തുറന്നത് പറയുമ്പോഴാണ് അതിന്റെ അതിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ദൈവം അത് പറയിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയണം, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്ര വേണം ദൈവം പറയുന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. എന്റെ ജീവിതത്തിൽ നാളെ എന്താവശ്യം വരുന്നത് ദൈവത്തിന് ഇന്നേ അറിയാം. അടുത്ത വർഷം എന്താവശ്യം ദൈവത്തിന് ഇന്നേ അറിയാം. ഹല്ലേലൂയ. പക്ഷേ എത്ര അറിയാമെങ്കിലും എന്താ നമ്മൾ പറയണം, നമ്മൾ ചോദിക്കണം, നമ്മൾ ഏറ്റു പറയണം. നമ്മുടെ പാപം എപ്പോഴും നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുമ്പോഴാ വിശ്വാസമാകും. ഞാൻ വിശ്വസിച്ചുണ്ട്, കർത്താവിന്റെ ഉള്ളിലുണ്ട് ഭയങ്കര വിശ്വാസമാണ് വാതർക്കത്തിൽ. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞേക്കുന്നത്? അല്ല. നമ്മൾ പറയണം. അതുപോലെ ഓരോ കാര്യങ്ങളും അതുപോലെ അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇവർക്ക് എല്ലാവർക്കും ന്യായവിധി വന്നു. അങ്ങനെയാണെങ്കിൽ കള്ളപ്രവചനം ചെയ്യുന്നവർക്ക് ന്യായവിധി ഉണ്ട്. ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ടാണ്, പ്രവചനത്തെ കുറിച്ച് മാത്രം ഞാൻ പറയാം. പ്രവാചകന്മാർക്ക് മാത്രം ഞാൻ വിരോധമെന്ന് വിചാരിക്കില്ല. പ്രവചിക്കുന്നവർക്ക് ഞാനും പ്രവചിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ പറയുന്നത്, ഇവിടെ എടുത്ത് പറഞ്ഞൊരു കൂട്ടമാണ് കള്ളപ്രവാചകൻ. മറ്റു സ്ഥലത്ത് കള്ള ഇടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ ഹബക്കൂക്കിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരധ്യായത്തിൽ മൊത്തം അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, മറ്റേക്ക് അങ്ങനെ കഷ്ടം. അങ്ങനെ തന്നെ പറയുന്ന ഭാഗം കണ്ടു. കാരണം അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് പണി. ഹല്ലേലൂയ. അപ്പൊ ഈ ചെയ്യുന്ന കാര്യം, പ്രവർത്തികൾക്കെല്ലാം കൃത്യമായിട്ട് പ്രതിഫലമുണ്ട്. അത് ചെയ്യുന്ന നന്മ ചെയ്താലും തിന്മ ചെയ്താലും കൃത്യമായിട്ട് ഒരു കുറവ് വരത്തില്ല കേട്ടോ, കിട്ടും. നമ്മൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ എഴുതുന്ന ആൻസറിനനുസരിച്ച്, ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചില സ്റ്റെപ്പ് എഴുതിയാൽ പോലും നമുക്ക് മാർക്കുണ്ട്. ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ സ്റ്റെപ്പിന് മാർക്ക് കിട്ടും, ഇല്ലേ? അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് പ്രതിഫലമുണ്ട്. ആരും വിചാരിക്കണ്ട ഇതെല്ലാം ദൈവം കണ്ടില്ല, അതെല്ലാം മായ്ച്ചു കളഞ്ഞ് എന്നാന്നറിയാ, നമ്മൾ വിശ്വാസി വരുന്നതിന് മുമ്പ് ഉള്ള സകലതും ദൈവം മായ്ച്ചു കളഞ്ഞു. അത് നിങ്ങളുടെ എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കാന്ന് പറഞ്ഞ് അതെല്ലാം ദൈവം മായ്ച്ചു. ദൈവം ഇനി അത് ഓർക്കത്തതേ ഇല്ല. ഇനി അത് ഒരിക്കലും എടുത്തോണോ, നീ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേന്ന് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷെ പിശാച് വന്ന് പലപ്പോഴും ചോദിക്കും, പക്ഷെ ദൈവം ചോദിക്കത്തില്ല. കാരണം ദൈവം ഒരിക്കൽ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇട്ട് കളഞ്ഞതിനൊന്നും പൊക്കിയെടുത്തോണ്ട് വരത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും പ്രതിഫലമുണ്ട്. ചിലപ്പോൾ സ്പോട്ടിൽ കിട്ടും, ചിലപ്പോൾ കുറച്ച് കഴുതി കിട്ടും, ചിലപ്പോൾ അങ്ങ് ചെല്ലപ്പോൾ കിട്ടും പറഞ്ഞ കണക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ ഇവിടെ ഒരു കൂട്ടരെ കുറിച്ച് മാത്രം എടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം, അന്ന് പത്രോസ് അപ്പോസ്തലൻ ആത്മാവിൽ അത് എഴുതി വെച്ച്, ഇത് നിങ്ങളുടെ ഇടയിലേക്ക് ഉണ്ട്, നിങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതില് പല പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട് പ്രവചനത്തെക്കുള്ള പ്രവാചകന്മാരെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര കേട്ടാലും കണ്ടാലും പഠിക്കാത്തവരാ നമ്മൾ. എത്രയൊക്കെ ദൈവവചനം പറഞ്ഞാൽ, എത്രയൊക്കെ അഭിഷിക്തന്മാർ എഴുതി വെച്ചാൽ ഇന്നും കള്ളപ്രവചനത്തിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. അത് പറയുന്നത് വിവേചിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നിടത്ത്, നമ്മൾ നിൽക്കുന്നിടത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ന്യൂ ഇയർ ഞെക്കുണ്ടാകും. ഞാൻ പറയും, എനിക്ക് പ്രവചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പറയുന്നത് ഇത് വെളിച്ചപ്പാടത്തിന്റെ സ്പിരിറ്റ് പോലെ സ്പിരിറ്റാണ്. പ്രവചനമാണ് ആക്യുറേറ്റ് പ്രവചനം. പക്ഷെ ദൈവം എനിക്ക് അത് ഞാൻ വിവേചിച്ചപ്പോ ദൈവം എനിക്ക് അതിന്റെ ദൃഷ്ടാന്തമായി എനിക്ക് കാണിച്ചു തന്നത് എന്താത്മാവാണ്. ഇതുപോലെ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം കാതും കണ്ണും പൂട്ടി ഹൃദയത്തെ അടച്ചു വെച്ച് നിങ്ങൾ റിസീവ് ചെയ്യില്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അത് കേൾക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇത് വരുന്നത് എന്താണ്, ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഈ ദിവസം അങ്ങനെ വിവേചിച്ചിട്ട് മുൻപോട്ട് പോകണില്ലെങ്കിൽ നമ്മൾ അവരുടെ ട്രിക്കിനുള്ളിലേക്ക് പെട്ടു. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ, അധ്യായം താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തൊക്കെയാ അതുകൊണ്ട് കുഴപ്പങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്താ കുഴപ്പം, നമ്മളത് കേൾക്കുന്നുണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ അത് ദൈവവചനത്തിലൂടെ ആകട്ടെ,
പ്രവചനത്തിലൂടെ ആകട്ടെ ഹാലെ നമ്മൾ കേൾക്കുന്നത് ഒക്കെയും ഹാലയിലെ വിവേചിച്ച് ഹാലയിലെ അതിനെ മനസ്സിലാക്കാനും അതിനെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക ഹാലെ. ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകരുത് ഹാലെ. അതൊന്ന് ഹൃദയത്തിൽ ഇട്ടിട്ട് ഹാലയിലെ അതിനെയൊക്കെ വിഗ്രഹമാക്കി വെച്ചിട്ട് അതിനുള്ളിൽ കയറിയിരുന്ന് ഹാലെ നമ്മൾ തന്നെ നമ്മുടെ വഴികളെ അടച്ച് കളയരുത് ഹാലയിലുയ. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് മാത്രം, ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം നമ്മൾ വില കൊടുത്ത് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും നമ്മൾ അതിനുവേണ്ടി ഹാലയിലിയ മുൻപോട്ട് പോവുകയും ചെയ്യും. ദൈവം ഈ ദിവസങ്ങളിൽ ഹാലയിലെ ദൈവത്തിന്റെ ശബ്ദമൊന്നും ഹാല ദൈവത്തിന്റെ പ്രവചനമൊന്നും ഹാലയിൽ അത് മാറിപ്പോകത്തില്ല. പ്രവാചകന്മാർ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല പ്രവചനം ഒരിക്കലും വരുന്നത്. അല്ല, ദൈവകൽപ്പന മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള പ്രവചനങ്ങൾ എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ മറന്നുപോയാലും മറക്കാത്ത ദൈവം അത് നമുക്ക് വേണ്ടി നിവർത്തിക്കും. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കേണ്ട വാക്കുകൾ ഭാഗം നമുക്ക് വരും ദിവസങ്ങൾ ദൈവം എപ്പോഴെങ്കിലും നമുക്ക് കൃപ എന്ന് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.